എന്ന് നമുക്ക് ഇഡലി ചെമ്പിൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിടിലം റെസിപ്പിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും 1 കപ്പ് പശുവിൻ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശുവിൻ പാല് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർ തേങ്ങാപ്പാൽ ചേർത്താലും മതിയാവും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് തേങ്ങാപ്പാലോ പശുവിൻ പാലോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പാല് 1/2 കപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ഏലക്കയും ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ആ പൊടിച്ചെടുത്തതും കൂടെ ഇതിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പൊ പകുതിയോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയിൽ ആ ഒരു സ്മെല്ലൊന്നും വരത്തില്ല നമ്മൾ ഏലക്ക ചേർക്കുന്നത് കൊണ്ട്. ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഡലിയുടെ തട്ടിൽ നമുക്ക് നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമേ. എന്നിട്ട് അതിൽ ഓരോ ഇതിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മുകളിൽ ഉണക്കമുന്തിരി വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു 15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെന്തോന്ന് നോക്കാം കേട്ടോ. അപ്പൊ നന്നായിട്ട് നമ്മളെ കിണ്ണത്തപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഒക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ആക്കി എടുക്കാം കേട്ടോ. ചൂടോടെ എടുത്താൽ കുറച്ചൊന്ന് ഒട്ടിപ്പിടിക്കും. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്.